മക്കളെ, JEE അഡ്വാൻസ്ഡിൻ്റെ 2026 എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അതിൻ്റെ എക്സാം മെയ് 17-ാം തീയതിയാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ JEE അഡ്വാൻസ്ഡ് എന്നുള്ള സൈറ്റിൽ കയറുക. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ 4 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാനുള്ള ആ ഒരു വിൻഡോയിലേക്ക് പോവാം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് കാർഡിന് വേണ്ടി നിങ്ങളുടെ JEE അഡ്വാൻസിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ഈ 3 കാര്യങ്ങൾ, രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഈ 3 കാര്യങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന 4 ലിങ്കുകളിൽ ഏതെങ്കിലും ഒരു ലിങ്ക് 5 ലിങ്കുണ്ട്. 5 ലിങ്കുകളിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അഡ്മിറ്റ് കാർഡ് പോർട്ടൽ എന്നുള്ള ഒരു വിൻഡോയിലേക്ക് വരും. അതിലിവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയർ എന്നുള്ള ഓർഡറിൽ കൊടുക്കുക, ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഞാൻ സാമ്പിളായിട്ട് ഒരു അഡ്മിറ്റ് കാർഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നോക്കുക, അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിൽ എക്സാമിനേഷൻ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയ് 17-ാം തീയതി ഞായറാഴ്ചയാണ് എക്സാം. 2 എക്സാം ഉണ്ടാവും, പേപ്പർ 1, പേപ്പർ 2. ഇത് രണ്ടും നിർബന്ധമായിട്ട് എഴുതണം. ഇത് രണ്ടും എഴുതിയാൽ മാത്രമാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുക. പേപ്പർ 1ൻ്റെ എക്സാം 9 മണി തുടങ്ങി 12 മണി വരെയും, പേപ്പർ 2 2:30 തുടങ്ങി 5:30 വരെയുമാണ്. ഓക്കെ, അങ്ങനെ 3 മണിക്കൂറിൻ്റെ 2 സെഷനായിട്ടാണ് എക്സാം നടക്കുക. ഇനി അതിൽ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ജെൻഡർ, കാറ്റഗറി, നാഷണാലിറ്റി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, സെൻറ്റർ കോഡ് ഉണ്ടാവും, JEE മെയിനിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും JEE അഡ്വാൻസ്ഡിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും ഉണ്ടാവും. ഈ ഒരു പേജ്, ആകെ 2 പേജേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് പേജ്, ഈ കാണുന്ന ഫസ്റ്റ് പേജ് നിങ്ങൾ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുക. കാരണം ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്. ആ പേജ് കഴിഞ്ഞിട്ടില്ല, ആ പേജിൻ്റെ മേലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ താഴേക്ക് നോക്കിയാൽ, ആ കോളത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ളതിൻ്റെ താഴേക്ക്, അഡ്മിറ്റ് കാർഡിൻ്റെ മിഡിൽ പോർഷനിലേക്ക് നോക്കിയാൽ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പറിൻ്റെ ബാർകോഡ് ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു കാൻഡിഡേറ്റ് പ്രൊഫൈലിൻ്റെ QR കോഡും ഉണ്ടാവും. ഇനി അതിൻ്റെ താഴേക്ക് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റിനുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കുക. അതിൽ എക്സാമിനേഷൻ 9 മണിക്ക് തുടങ്ങും, ഫസ്റ്റ് പേപ്പറിൻ്റേത്. സെക്കൻഡ് പേപ്പറിൻ്റേത് 2:30-ക്കും തുടങ്ങും. അങ്ങനെ 2 പേപ്പറാണ്. യു വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ സെൻറ്റർ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ എക്സാം. ഈ 2 പേപ്പറിനും എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ അതിനുള്ളിലേക്ക് കയറ്റില്ല. അതേപോലെ എക്സാം കഴിയാണ്ട് പുറത്തും വിട്ടില്ല. അടുത്തത്, എ പ്രിൻ്റ് ഔട്ട് ഓഫ് ദിസ് അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ബി പ്രസൻറ്റ് ഫോർ വെരിഫിക്കേഷൻ. എക്സാം ഹോളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞു, കളർ പ്രിൻ്റ് ആണെങ്കിൽ നല്ലത്. ഓക്കെ, ഇനി മൂന്നാമത്തേത്, ഡോക്യുമെൻറ്റ് ദാറ്റ് മസ്റ്റ് ബി ബ്രോട്ട് ടു ദ എക്സാമിനേഷൻ സെൻറ്റർ. എന്തൊക്കെയാണ് എക്സാം സെൻറ്ററിൽ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കളർ പ്രിൻ്റ് ഔട്ട്. ഓക്കെ, രണ്ടാമത്തേത് അറ്റ്ലീസ്റ്റ് 1 ഒറിജിനൽ ഫോട്ടോ ഐഡൻറ്റി, മിനിമം ഒരു ഐഡൻറ്റി പ്രൂഫെങ്കിലും കൊണ്ടുപോവുക. അത് ആധാർ കാർഡ് ആവാം, സ്കൂൾ ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, വോട്ടേഴ്സ് ID ആവാം, പാസ്പോർട്ട് ആവാം, പാൻ കാർഡ് ആവാം. അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ID അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. ഇനി അടുത്ത കാര്യം നോക്കുക, റിപ്പോർട്ട് അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ അറ്റ് 7 hours എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇനി ആഫ്റ്റർ യുവർ എൻട്രി ടു ദ എക്സാമിനേഷൻ സെൻറ്റർ, ഐഡൻറ്റി വെരിഫിക്കേഷൻ, ഫ്രിസ്കിങ് ആൻഡ് ബയോമെട്രിക് ക്യാപ്ചറിങ് വിൽ ബി ഡൺ. അത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകൾക്കും അത് കോമൺ ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടാവും. ഇനി ഈ ഫ്രിസ്കിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ എക്സാം ഹോളിൽ നിങ്ങളുടെ സീറ്റിലിരുത്തും. അത് 8:30-ക്ക് മുമ്പ്, 8:30 ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ 8:30-ക്ക് മുമ്പ് നിങ്ങളെ എക്സാം സെൻറ്ററിലിരുത്തും, അതേപോലെ നിങ്ങളുടെ സീറ്റിലിരുത്തും. അതേപോലെ 2:30-യുടെ എക്സാമിന് 4 മണിക്ക് ഇരുത്തും. അപ്പോൾ നിങ്ങൾ ഈ 8:30-ക്ക് മുമ്പ് എന്തായാലും റിപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ളത് 2 മണിക്ക് മുമ്പും എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. ഇനി സ്ക്രീനിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഫോട്ടോഗ്രാഫും ഒക്കെ ഉണ്ടാവും. എക്സാം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കും. ഇനി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി അവിടെ നിങ്ങളുടെ JEE അഡ്വാൻസ്ഡിൻ്റെ റോൾ നമ്പറാണ് നിങ്ങളുടെ ലോഗിൻ ID. പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഓർഡറിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, എല്ലാ റഫർക്കും ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഡീഷണലി തരുന്ന സ്ക്രിബിൾ പാഡിലാണ് ചെയ്യേണ്ടത്. വേറെ സ്ക്രിബിൾ പാഡ് തരില്ല, എക്സ്ട്രാ സ്ക്രിബിൾ പാഡ് നിങ്ങൾക്ക് തരില്ല. തന്നിരിക്കുന്നതിൽ വേണം ചെയ്യാൻ. അതുപോലെ ആ സ്ക്രിബിൾ പാഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേരും നിങ്ങളുടെ റോൾ നമ്പരും സൈനും ചെയ്യേണ്ടതുണ്ട്. ഇനി യു ഷുഡ് ബ്രിങ് യുവർ ഓൺ പെൻ. നിങ്ങൾ സ്വന്തം പെന്ന് കൊണ്ടുവരിക, പെൻസിൽ, ഇറേസർ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇത് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് ഇതൊന്നും എക്സാം സെൻറ്ററിൽ നിന്ന് തരില്ല. ഇതൊക്കെയാണ് മെയിൻ. ഇനി
ഇതിന് താഴെ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ്. ഇവിടെ നിങ്ങളൊരു സിഗ്നേച്ചർ ഇടണം. ഇവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവണം. അപ്പോൾ സൈൻ പ്ലസ് ഡേറ്റ് ആണ്. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്താൽ അതിൻ്റെ താഴെ ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഇവിടെയും പേരൻറ്റ് സൈൻ ചെയ്താൽ അതിൻ്റെ താഴെ ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഇതൊക്കെ എക്സാം സെൻറ്ററിലല്ല, നിങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടിട്ട് പോവുക. ഇത് രണ്ടും എക്സാം സെൻറ്ററിലല്ല, ഇത് രണ്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടിട്ട് പോവുക. അതോടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പേജ് ജനറൽ ഗൈഡ് ലൈൻ ഫോർ കാൻഡിഡേറ്റ്, കുട്ടികൾക്കുള്ള ഗൈഡ് ലൈനാണ്. അതിൽ പ്രോഹിബിറ്റഡ് ഐറ്റം എന്താണ്? ഈ പറഞ്ഞതൊന്നും, അതായത് സ്മാർട്ട് വാച്ച്, ഡിജിറ്റൽ വാച്ച്, അങ്ങനെ ഒരു സാധനവും സമ്മതിക്കില്ല. ഒരു വാച്ച്, ടൈം പീസ്, മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള ഒരു സാധനവും ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളും സമ്മതിക്കില്ല. അതേപോലെ പ്രിൻ്റഡ് മെറ്റീരിയലുകൾ, പേപ്പറുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിസ്റ്റുകൾ, ഇതൊന്നും ഒരു ടൂളും നിങ്ങളെ അതിനുള്ളിലേക്ക് കടത്തിവിടില്ല. നിങ്ങളുടെ പേഴ്സ്, ഹാൻഡ് ബാഗ്, കണ്ണട എന്ന് പറഞ്ഞാൽ ഈ ഡസ്റ്റ് അടിക്കാതിരിക്കാനുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അലർജിക്ക് പ്രശ്നങ്ങൾ, അതൊക്കെ ഉള്ളൂ. നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, വായിക്കാൻ സഹായിക്കാനുള്ള കണ്ണടയാണെങ്കിൽ അത് പെർമിറ്റഡ് ആണ്, ബാക്കിയൊന്നും സമ്മതിക്കില്ല. അതുപോലെ ഹാൻഡ് ബാഗ്, ബെൽറ്റ്, ക്യാപ്പ്, ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതുപോലെ ആഭരണങ്ങൾ പറ്റില്ല. അതായത് അത് കമ്മലായിക്കോട്ടെ, മുക്കുത്തി ആയിക്കോട്ടെ, ഇതൊന്നും, അല്ലെങ്കിൽ മാല, ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതും ശ്രദ്ധിക്കണം. ഇനി ഡ്രസ് കോഡ് നോക്കുക. ഡ്രസ് കോഡിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ചാംസ് അല്ലെങ്കിൽ ടബീസ്, അതായത് തകിടുകൾ, അല്ലെങ്കിൽ ഈ എക്സ്ട്രാ ബട്ടൺ പോലുള്ള വർക്കുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷോയ്ക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്ന ആം ബാൻഡുകൾ, ഇതൊന്നും സമ്മതിക്കില്ല. അതേപോലെ വിശ്വാസം, ഇത് മതപരമായ വേഷങ്ങൾ ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ളവർ നേരത്തെ ഫ്രിസ്കിംഗ് പ്രോസസ്സിന് 7 മണി എന്നുള്ള സമയത്ത് തന്നെ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ആ 7 മണിക്ക് തന്നെ അവിടെ എത്തണം. ഓക്കെ. അതേപോലെ ലൈറ്റ് ക്ലോത്തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫുൾ സ്ലീവ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫുൾ സ്ലീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ അതൊരുപാട് വർക്കുകളുള്ള, ലെയറുകളുള്ള, അല്ലെങ്കിൽ ഒരുപാട് അഡീഷണൽ വർക്കുകൾ എംബ്രോയിഡറി ചെയ്ത് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. സിമ്പിൾ ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കുക. അതേപോലെ ഓപ്പൺ ഫുട്വെയർ, ചപ്പൽ അല്ലെങ്കിൽ സാൻഡൽസ്, ഷൂസ് ഉപയോഗിക്കാതിരിക്കുക. ഇനി എക്സാം സെൻറ്ററിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പെന്ന് അല്ലെങ്കിൽ പെൻസിൽ, ഇറേസറൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. ഓക്കെ. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ എക്സാം ലാബ് അല്ലെങ്കിൽ എക്സാം ഹോൾ എവിടെയാണ്, അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല. സാധാരണ എല്ലായിടത്തും ഡിസ്പ്ലേ ഉണ്ടാവും എവിടെയാണ് എക്സാം എന്ന്. ഇവിടെ അതുണ്ടാവില്ല. പകരം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരു ടെസ്റ്റ് സെൻറ്റർ സ്റ്റാഫ് ഉണ്ടാവും. ആൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരും. ഓക്കെ. അതുകൊണ്ട് ആ ബാർകോഡ് നോക്കിയിട്ട് അവർ പറഞ്ഞു തന്നോളും, അല്ലാതെ ലിസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവരാണ് നിങ്ങളെ സഹായിക്കുക. പിന്നെ ഒരു ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും, അത് നിങ്ങൾക്കറിയാം. ഇനി എക്സാമിനേഷൻസ് ഹാളിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു സ്ക്രിബിൾ പാഡ് തരും, അതിലെ റഫ് വർക്ക് ചെയ്യാവൂ, വേറെ എവിടെയും നിങ്ങൾ റഫ് വർക്ക് ചെയ്യരുത്. അഡീഷണൽ സ്ക്രിബിൾ പാഡ് തരികയില്ല. ഓക്കെ. അതും ശ്രദ്ധിക്കണം. ഈ സ്ക്രിബിൾ പാഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേരും അതേപോലെ നിങ്ങളുടെ റോൾ നമ്പരും സൈനും ഒക്കെ അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മാർക്ക് ഹിസ് ഓർ ഹെയർ അറ്റൻഡൻസ് ഇൻ ഈച്ച് പേപ്പർ. ഓരോ എക്സാമിന്, അതായത് രാവിലത്തെ എക്സാമിന്, വൈകിട്ടത്തെ എക്സാമിന് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യിക്കും. അപ്പോൾ ആ അറ്റൻഡൻസ് ഷീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുകയും വേണം. ഇനി എക്സാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി എക്സാം, ഈ സ്ക്രിബിൾ പാഡ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരരുത്. അതേപോലെ തന്നെ ഇൻവിജിലേറ്റർ നിങ്ങളോട് പുറത്ത് പോകാൻ ആവശ്യപ്പെടുമ്പോഴേ പുറത്ത് പോകാവൂ. ഇവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 1 എല്ലാവരെയും കൂടെ ഒന്നിച്ച് പുറത്ത് വിടില്ല, ഓരോരുത്തരെ വീതമാണ് പുറത്ത് വിടുക. അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളോട് പുറത്ത് പോകാൻ ആവശ്യപ്പെടുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്ക്രിബിൾ പാഡ് റിട്ടേൺ ചെയ്യണം, എന്നിട്ടാണ് നിങ്ങളെ പുറത്തേക്ക് വിടുക. അപ്പോൾ JEE അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൽ അഡീഷണലി ഞാൻ ഓൾറെഡി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോവേണ്ടത്, നിർബന്ധമായിട്ടും കൊണ്ടുപോവേണ്ടത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, അതിൻ്റെ ഫസ്റ്റ് പേജ് മാത്രം, അത് കളർ പേജ് ആയിരിക്കണം. പിന്നെ ഒരു ഫോട്ടോ ID, ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ ID ഉണ്ടാവണം. പ്ലസ് നിങ്ങളുടെ വർക്കിന് ആവശ്യമായ പെന്ന്, പെൻസിലൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. ഇത്രയുമാണ് മാൻഡേറ്ററി ആയി കൊണ്ടുപോകേണ്ടത്. പിന്നെ വാട്ടർ ബോട്ടിൽ പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതുപോലെ സാനിറ്റൈസർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഇതൊക്കെ ഓപ്ഷനിലാണ്. പക്ഷേ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടത് അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ID, ദെൻ പെന്ന്, ഇത്രയുമാണ്. അഡീഷണൽ ഫോട്ടോഗ്രാഫൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഓക്കെ. ഇപ്പോൾ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.